സിയ ലൊദാത്തോ ജെസുക്രിസ്തു. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമിലെ പ്രധാനപ്പെട്ട 4 പേപ്പൽ ബസിലിക്കകളിലൊന്നായ സാൻ പൗളോ ഫോറി ദെല്ല മൂറ എന്ന് പറയുന്ന വിഖ്യാതമായ ബസിലിക്കയുടെ മുമ്പിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥനാശംസകൾ അറിയിക്കുന്നത്. റോമൻ നഗരത്തിലെ തിരക്കുകൾക്കൊക്കെ പുറത്തായിട്ട് പഴയ റോമാ നഗരത്തിൻ്റെ മതിലുകൾക്ക് പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ബസിലിക്കയാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഫോറി ദെല്ല മൂറ, സാൻ പൗളോ ഫോറി ദെല്ല മൂറ. നോക്കുക, ഇവിടെ നമ്മൾ സിറ്റിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് അല്പം പുറത്തായിട്ടാണ് കാണുക. മതിലുകൾക്ക് പുറത്തുള്ള സ്ഥലം. ബസിലിക്കയുടെ അകംഭാഗം ആരംഭിക്കുന്നത് ഏകദേശം ഈ ഭാഗത്തു നിന്നാണ്. വളരെ വലിയ ബസിലിക്കയാണിത്. നമ്മൾ കയറി കഴിയുമ്പോൾ, പള്ളിക്കകത്ത് കയറുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാകുന്നു. മറ്റ് ബസിലിക്കകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ഒരു വലിയ പൂമുഖം, ഈ കാണുന്ന വലിയ മതിൽ, ഈ കെട്ടിടത്തിനകത്ത് ഒരു പൂമുഖം, ഒരു ചെറിയൊരു ഗാർഡനും മറ്റുമൊക്കെയാണ് അകത്തായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഈ ബൃഹത്തായ ബസിലിക്കയുടെ ഒരു വശത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര വലിപ്പമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കേ. നമ്മൾ ബസിലിക്കയുടെ മുൻഭാഗത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇത് വിശുദ്ധ പൗലോസിൻ്റെ നാമധേയത്തിലുള്ള ബസിലിക്കയാണ്. സെയിൻറ്റ് പോൾ, വിശുദ്ധ പോൾ സാവൂൾ എന്നറിയപ്പെട്ടിരുന്ന ഒരു യഹൂദ പുരോഹിതൻ, യഹൂദ പണ്ഡിതനായിരുന്നു. അദ്ദേഹം യഹൂദ മതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അതിയായ അഭിവാജ്ഞ, സ്നേഹം കാരണം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായി പുറപ്പെട്ട വ്യക്തിയാണ്. ക്രിസ്ത്യാനികളോട് അദ്ദേഹത്തിന് വളരെ വിരോധമായിരുന്നു. ദേവാലയത്തിൻ്റെ മുൻഭാഗത്തുള്ള വലിയ തൂണുകളാണ് കാണുക. ഈ തൂണുകൾക്കകത്തൂടെ പ്രവേശിക്കുന്നത് ചെറിയൊരു ഗാർഡനിലേക്കാണ്. ഗാർഡൻ്റെ പൂമുഖത്തിൽ തന്നെ വളരെ മനോഹരമായൊരു വലിയ മാർബിൾ പ്രതിമ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ നമുക്ക് കാണാൻ സാധിക്കും. ദേവാലയത്തിൻ്റെ മുൻഭാഗം വളരെ മനോഹരമായ ഒരു ഉദ്യാനമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഉദ്യാനത്തിന് ചുറ്റും ആണ് ഇത്രയും വലിയ കോളൻ, ഇത്രയും വലിയ തൂണുകൾ കൊണ്ട് മനോഹരമായ ഒരു എൻട്രൻസ് ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ഈ മനോഹരമായ രൂപത്തിൻ്റെ അടിയിലായി എഴുതിയിരിക്കുന്നത് പ്രെഡിക്കത്തോറി വെരിത്താത്തിസ്, സത്യത്തിൻ്റെ പ്രവാചകൻ, ദൊത്തോറി ജെൻസിയും, വിജാതിയരുടെ അപ്പോസ്തലൻ, വിജാതിയരുടെ ഡോക്ടർ എന്നൊക്കെ പറയുന്ന ഒരു പല പേരുകളാണ് അദ്ദേഹത്തിന് സഭ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ പെടാത്ത വ്യക്തിയാണ് സെയിൻറ്റ് പോൾ എന്ന് നമുക്കറിയാം. യഹൂദ മതത്തോടുള്ള തീവ്രമായ അഭിനിവേശം കാരണം പുതിയ ഒരു മതസമ്പ്രദായമായ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായി പുറപ്പെട്ട സാവൂൾ എന്ന് പറയുന്ന യഹൂദ പണ്ഡിതനെ ദൈവം കുതിരപ്പുറത്ത് നിന്ന് മറിച്ചിടുന്നു. ഡമാസ്കസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ, ഡമാസ്കസ് ക്രിസ്ത്യാനികളുടെ ഒരു കേന്ദ്രമായിരുന്നു. അവിടെ പോയി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക, അവരെ അറസ്റ്റ് ചെയ്ത് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവരിക, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ പോകുന്ന വഴിയിൽ കുതിരപ്പുറത്ത് നിന്ന് വിശുദ്ധ പൗലോസിനെ ദൈവം താഴെ തള്ളിയിടുന്നു. കണ്ണ് കാണാൻ പറ്റാതെ ആയിപ്പോയ അദ്ദേഹം താഴെ വീണ് ഉരുളുകയാണ്. ആരോ തന്നെ കുതിരപ്പുറത്ത് നിന്ന് മറിച്ചിട്ടു എന്ന് മനസ്സിലാക്കിയ സെയിൻറ്റ് പോൾ ചോദിക്കുന്നു, എന്നെ ആരാണ് തള്ളിയിട്ടത്? ഗുരു, അങ്ങ് ആരാണ്? മറുപടി സ്വർഗത്തിൽ നിന്നും കേൾക്കുന്നു, നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം ആ യേശുവിന് വേണ്ടിയുള്ള ജീവിതമായിട്ട് മാറുന്നു. ആധുനിക ക്രൈസ്തവ മതത്തിൻ്റെ അടിത്തറയായിട്ടുള്ള ലേഖനങ്ങൾ, പഠനങ്ങൾ എല്ലാം വിശുദ്ധ പൗലോസിൻ്റെ തൂലികയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾ റോമാക്കാർക്കും കൊറിന്ത്യർക്കും ഗലാത്യർക്കും തെസ്സലോനിക്കാർക്കുമൊക്കെ എഴുതിയ മഹത്തായ ലേഖനങ്ങളാണ് സഭയുടെ അടിസ്ഥാന പഠനങ്ങളായി ഇന്നും നിലനിൽക്കുന്നത്. ബസിലിക്കയുടെ പ്രധാന വശത്തേക്ക്, കവാടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ബസിലിക്കയിൽ പ്രവേശിക്കുമ്പോൾ ബസിലിക്കയുടെ വലതുവശത്തായി വിശുദ്ധ പത്രോസിൻ്റെ മനോഹരമായൊരു സ്റ്റാച്യു ഉണ്ട്. പത്രോസിൻ്റെ കയ്യിൽ താക്കോൽ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ലഭിച്ചിരിക്കുന്ന വ്യക്തി. ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ലഭിച്ചിരിക്കുന്ന പത്രോസാകുന്ന പാറമേൽ സഭ ദൈവം പണിതുയർത്തിയിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നോക്കുക, വിശുദ്ധ പോളിൻ്റെ മനോഹരമായ മറ്റൊരു മാർബിൾ ശില്പം.
അദ്ദേഹത്തിൻ്റെ തീഷ്ണതയെ സൂചിപ്പിക്കുവാനായിട്ടാണ് വാളും മറ്റും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ ആദ്യകാല അനുയായികളിൽ നല്ലൊരു ഭാഗവും റോമിലാണ് വധിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. റോമൻ രാജാക്കന്മാർ ക്രിസ്ത്യാനികളായിരുന്നില്ല, മറിച്ച് ക്രിസ്തു വിരോധികളായിരുന്നു. 2-3 നൂറ്റാണ്ട് വരെ, കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ കാലം വരെ. അതുകൊണ്ട് റോമിൽ വളരെയധികം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരണത്തിൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെയും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയുമൊക്കെ റോമിൽ പലയിടത്തായിട്ട് പല രീതിയിൽ കൊല ചെയ്തിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ മനോഹാരിത പൂമുഖത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെയും സമർപ്പണത്തെയും പ്രതി ജീവൻ ത്യജിച്ച വ്യക്തിയാണ്. അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടല്ല മരണം കൈവരിച്ചത്, മറിച്ച് തലവെട്ടിയാണ് മരിച്ചത്. വിശുദ്ധ പൗലോസിനെ ബിഹഡ് ചെയ്ത, ശിരച്ഛേദനം ചെയ്ത സ്ഥലം ഇവിടെയാണ്. അതുകൊണ്ടാണ് ഈ കത്തീഡ്രൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കത്തീഡ്രലല്ല, ബസിലിക്ക ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. സെയിൻറ്റ് പോൾസ് ബസിലിക്കയുടെ പോർത്ത സാന്ത വിശുദ്ധ കവാടം ഇവിടെയാണ്. ജൂബിലി വർഷങ്ങളിൽ മാത്രമാണ് ഇത്തരം പോർത്ത സാന്തകൾ തുറക്കാറുള്ളത്. പോർത്ത സാന്തയിൽ കൂടെ പ്രവേശിക്കുന്ന വിശുദ്ധ കവാടം, ഹോളി ഡോർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാതിൽ കൂടെ പ്രവേശിക്കുന്നവർക്ക് സഭ ദണ്ഡവിമോചനം നൽകുന്നു. പൂമുഖത്തിൻ്റെ ഒരു മുകൾ കാഴ്ചയാണിത്. വളരെ മനോഹരമായ ആർക്കിടെക്ചർ വർക്കാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത്. ദേവാലയത്തിൻ്റെ വശത്തിലുള്ള ഒരു വാതിൽ കൂടെ നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. അങ്ങനെ നമ്മൾ ഈ മനോഹരമായ ബസിലിക്കയുടെ ഉൾഭാഗത്തെത്തിയിരിക്കുകയാണ്. ഈ തൂണുകൾ കാണുന്നതിൻ്റെ അപ്പുറത്ത് വശങ്ങളിലായിട്ടും ധാരാളം സ്ഥലം ഈ മനോഹരമായ ബസിലിക്കയിലുണ്ട്. യഹൂദ മതത്തോടുള്ള അതിതീവ്രമായ തീക്ഷ്ണത നിമിത്തം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ പുറപ്പെട്ട വിശുദ്ധ പൗലോസ് ഏറ്റവും അവസാനം ക്രിസ്തുവിന് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ ത്യജിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം ഈ ഒരു അൾത്താരയിലാണ് ഉറങ്ങുന്നത്. ഈ ഭാഗത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശിരസ് അറുത്ത് കൊല്ലപ്പെട്ടത്. ദേവാലയത്തിലെ അതിവിശുദ്ധമായ സ്ഥലമാണ്. അൾത്താരയും വിശുദ്ധൻ്റെ റെലിക്സും തിരുശേഷിപ്പുമെല്ലാം ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മളീ കാണുന്നത്. ദേവാലയത്തിൻ്റെ പിൻഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ്. പ്രധാനപ്പെട്ട അൾത്താര ഇതാണ്. ഈ പ്രധാനപ്പെട്ട അൾത്താരയ്ക്ക് പുറകിലായി ഒരു വലിയ ഗോപുരം, അല്ലെങ്കിൽ ഒരു വലിയ മണ്ഡപം പോലൊരു സംഭവം, അതിനകത്ത് അപ്പോസ്തലന്മാരും ഒക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ പുറകിലായിട്ട് മറ്റൊരു അൾത്താരയുണ്ട്. ഇത് ദേവാലയത്തിൻ്റെ ഏറ്റവും പിറകുവശമാണ്. റോമിലെ വിശുദ്ധ പൗലോസിൻ്റെ നാമധേയത്തിലുള്ള പ്രധാനപ്പെട്ട പെപ്പൽ ബസിലിക്കയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും, എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള, സ്നേഹിതരായിട്ടുള്ള, ബന്ധുക്കളായിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രാർത്ഥനാശംസകൾ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.